അപ്പോൾ ഇന്ന് പെരുന്നാരാവിൻ്റെ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന് UK ഒരു സ്ഥലമായ ഗ്രീൻ സ്ട്രീറ്റ് എന്ന് പറയും കേട്ടോ. അപ്പോൾ അങ്ങോട്ട് പോവാട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ നല്ല രസമാണ്. അവിടെ ഫുൾ ഇന്ത്യൻസ് പാകിസ്ഥാനി എല്ലാവരെയും കാണാൻ, ഷോപ്പിങ്ങും ഫുഡൊക്കെ അവിടെ ഭയങ്കര രസമാട്ടോ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ അതുമാത്രമല്ല നല്ല തിരക്കുമാണ്. അപ്പോൾ ഫോൺ മിസ്സാവാൻ ഭയങ്കര ചാൻസും കൂടുതൽ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു ബാഗൊക്കെ ഇടുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ കംഫർട്ടബിൾ അല്ല, എന്നാലും ഞാൻ ഇങ്ങനത്തെ ബാഗ് ഇടാമെന്ന് വിചാരിച്ച്. ഇതാകുമ്പോൾ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യാമല്ലോ, ഫോണുണ്ടോ നോക്കാമല്ലോ. അപ്പോൾ ഒരു സൺഗ്ലാസും വെച്ച് സണ്ണ് പോയിട്ട് 3 വരെ കാണാനില്ല. ഇവിടെ ഫുള്ള് തണുപ്പ് മഴ എന്നൊക്കെ പറയില്ല, അപ്പം സണ്ണ് വരും. അതാണ് അവസ്ഥ. ഇനി മോളെ ഹോസ്റ്റലിൽ നിന്ന് പിക്ക് ചെയ്ത് അവളെയും കൂട്ടിയിട്ട് വേണം ഞാനും മോളും ഗ്രീൻ സ്ട്രീറ്റിൽ പോകാൻ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ബർഗറും കുറച്ച് പൊറോട്ടയും പിന്നെന്തോ റോളൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ നമ്മൾ വിശപ്പൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഞാനും മോളും അവിടുന്ന് ട്യൂബ് പിടിച്ചിട്ട് വേണം നമ്മൾ ഗ്രീൻ സ്ട്രീറ്റിലെത്താൻ. അപ്പോൾ എന്തായാലും നമ്മൾ അവിടേക്ക് പോവാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അതാ ട്യൂബ് നമ്മൾ മുന്നിലെത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ ട്യൂബിൽ കയറി. അതിൻ്റെ ഇടയിൽ നമ്മൾ മൈലാഞ്ചി ആരതാണ് കൂടുതൽ ചുവപ്പ് എന്നുള്ളൊരു ഡിസ്കഷനായിരുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം നിമിഷങ്ങൾക്കകം അപ്ടൺ പാർക്കിലെത്തി. അവിടുന്ന് നേരെ അങ്ങോട്ട് പിടിച്ച് നടന്ന് ഗ്രീൻ സ്ട്രീറ്റിലെത്തി. എല്ലാവരും മൈലാഞ്ചിയൊക്കെ ഇടാനുള്ള ഇത് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ജോയൽക്കസ്, മലബാർ ഗോൾഡ് എല്ലാം ഇവിടെ ആട്ടോ ഉള്ളത്. എന്തായാലും അടിപൊളിയാണ് കാണാൻ. ഒരു ഇന്ത്യയിൽ പോയ ഒരു ഫീലിംഗ് ആണ്. അപ്പോൾ മൈലാഞ്ചി ഒരു കൈക്ക് 5 പൗണ്ട്സ് അങ്ങനെ എന്തോ ആണ് ചാർജ് ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ചായയും പാനിപ്പൂരിയും ദഹിപൂരിയും ഒക്കെ കഴിച്ചു, എൻജോയ് ചെയ്തു. അതിൻ്റെ ഇടയിൽ ഒരാൾ നാരിയൽ പാനി വെക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏതോ ഒരു ബംഗ്ലാദേശ് TVൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മളും ഉണ്ടാവും അതിൽ. എന്തായാലും എല്ലാം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു പോവാണ്. എന്തായാലും ഇതൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഈദ് മുബാറക്.